നമുക്ക് ഏതൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ നമ്മൾ ആത്മാർത്ഥമായി പ്രണയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണം എന്നുള്ള വാശി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കീഴടക്കാൻ പറ്റാത്ത സ്വപ്നമാണെന്നുണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മാജിയുടെ സിയാസ് എന്ന വാഹനത്തിൽ ഭയങ്കര പ്രണയമായിരുന്നു. സിയാസ് എന്ന വാഹനം ഇന്നും പ്രണയമുണ്ട്. മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും അവകാശപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട് ലഭിക്കുന്ന യാത്രക്ക് കംഫർട്ട് ലഭിക്കുന്ന മാരുതിയുടെ ഏക പ്രൊഡക്റ്റാണ് മാരുതിയുടെ സിയാസ് എന്ന വാഹനം. അതിൽ RS എഡിഷൻ എന്നുള്ളൊരു വാഹനം വരുന്നുണ്ട്. കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബമ്പറിനകത്തൊക്കെ സ്കേർട്ടിങ് അതേപോലെ സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്ന ആ വാഹനം ഞാൻ ഒരു കാലത്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് തെണ്ടിത്തെറിഞ്ഞ് അലിഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു വാഹനം കിട്ടിയിരുന്നില്ല. ഇന്ന് എൻ്റെ അടുത്ത് ഒരുപാട് RS വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് മറ്റൊരു RS വാഹനം കൂടി എൻ്റെ അടുത്ത് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡാർക്ക് തീമിൽ വന്നുള്ള വാഹനമാണ്. അതായത് ഡാഷ്ബോർഡും അതേപോലെ ഡോർ പാഡും സീറ്റും മൊത്തത്തിൽ ഡാർക്ക് തീമിൽ വന്നിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. മൊത്തത്തിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ഇതിനകത്ത് ഡിസൈൻ വന്നിട്ടുള്ളത്. RS എഡീഷനിൽ നിന്ന് വാഹനമാണിത്. RS എഡീഷൻ ആയതുകൊണ്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഞാൻ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാണിച്ചു തരാം. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോയിലർ ഇതിനകത്ത് അഡീഷണലായിട്ട് വരുന്നുണ്ട്. അതേപോലെ ബമ്പറിനകത്ത് ബാക്ക് ബമ്പറിനകത്ത് സ്കേർട്ടിങ് വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് ആണെങ്കിൽ റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേർട്ടിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിനകത്തും ഇതേ സ്കേർട്ടിങ് ബമ്പറിനകത്ത് ഫ്രണ്ട് ബമ്പറിനകത്ത് വരും. സൈഡിൽ ഈ സൈഡിലും റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേർട്ടിങ് വരും. ഇങ്ങനെ മൊത്തത്തിൽ 4 ഭാഗത്തും സ്കേർട്ടിങ്ങും അതേപോലെ തന്നെ സ്പോയിലർ തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ ആക്സറീസ് വന്നിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിട്ട് ഒരു ലിമിറ്റഡ് എഡീഷൻ ആയിട്ട് RS എന്ന വേരിയൻറ്റിൽ ആണ് സിയാസിൻ്റെ കുറച്ച് വാഹനങ്ങൾ അന്ന് നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ZXA+ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് നിൽക്കുന്ന 2016 മോഡൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന കോഫി ബ്രൗൺ കളറിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ZXA+ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ A to Z ഫീച്ചേഴ്സ് കാര്യങ്ങൾ അന്ന് കമ്പനി ഇൻബിൽഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫോഗ് ലാംപ്സ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ്, AC, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന മാരുതിയുടെ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന പ്രൊഡക്റ്റാണ് മാരുതി സിയാസ് എന്ന വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കിടക്കുന്നുണ്ട്. ഇനി മറ്റൊരു മാരുതിയുടെ സെയിം സിയാസിലൊക്കെ RS അല്ലാത്ത നോർമൽ വേരിയൻറ്റിൽ ഇരുന്നൊരു വാഹനം കിടക്കുന്നുണ്ട്. നേരത്തെ ZXA+ ആണെങ്കിൽ ഇത് VXA+ എന്നുള്ള വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 97,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. പ്രൊജക്ട് ഹെഡ് ലാമ്പും ഫോഗ് ലാംപ്സും തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്തും വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സീറ്റ് അവർക്ക് ഇതിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കോഫി ബ്രൗണിൽ നിൽക്കുന്ന കളർ കൂടിൽ വരുന്ന വാഹനം കൂടിയാണിത്. വേറെ പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം. പക്ഷേ RSൻ്റെ അത്ര നമുക്ക് അത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഇതിനകത്ത് കിട്ടില്ല എന്നൊരു ചെറിയ പോരായ്മയുണ്ട്. കാരണം RS എന്നുള്ളത് വേറെ ലെവൽ തന്നെയാണ്. സ്കേർട്ടിങ്ങും അതേപോലെ സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ റോഡ് പ്രസൻസ് കീഴടക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് RS എഡീഷനിൽ വരുന്ന സിയാസ്. ഈ 2017 മോഡലിൽ നിൽക്കുന്ന VXA+ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു സിയാസ് നിങ്ങൾ സ്വന്തമാക്കാം 5,85,000 രൂപ. അതും 0 ഡൗൺ പേയ്മെൻറ്റിൽ 5,85 ലോൺ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അപ്പോൾ 2 സിയാസ് വാഹനങ്ങൾ, 2 മാരുതിയുടെ സെയിം പ്രൊഡക്റ്റുകളായിട്ടുള്ള സിയാസ് നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന VXA+ഉം ZXA+ RS എഡീഷനിൽ നിന്ന് 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് സെഡാൻ വാഹനങ്ങൾ, എസ്പെഷ്യലി ഡിസയർ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഡിസയറൊക്കെ ഒന്ന് സ്റ്റോക്ക് കയറാനുള്ള വാഹനമാണ്. 14-15 മോഡൽ നിൽക്കുന്ന ഒരു അടിപൊളി ഡിസയറൊക്കെ നമ്മുടെ സ്റ്റോക്ക് കയറാൻ കിടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളാണ് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല. ഇനി മറ്റൊരു കിടിലൻ പ്രൊഡക്റ്റ് കയറാൻ കിടക്കുന്നത് XUV 300 എന്നുള്ള ഒരു അടിപൊളി KL 39 രജിസ്ട്രേഷനിൽ നിന്ന് ഓഫർ ഡിസ്കൗണ്ട് സെയിൽ ഡീസൽ എഞ്ചിൻ നിൽക്കുന്ന XUV നമ്മുടെ സ്റ്റോക്ക് കയറാൻ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.